ഉയർന്നു കഴിഞ്ഞാൽ ഹീറ്റ് വേവ് ആയിട്ട് മാറും. കേരളത്തിൽ മുതൽ 37 ഡിഗ്രി 38 ഡിഗ്രി ആകുമ്പോൾ ഹീറ്റ് വേവ് ആകും. അതേസമയം രാജസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ 42 ഡിഗ്രി ആണെങ്കിലും അനോമലി, കാരണം മിനിമാടോടെ പറഞ്ഞതനുസരിച്ച് 40 ഡിഗ്രിക്ക് മേളിൽ പോകണം, അനോമലിയും 4.5 മേളിൽ പോകണം. രാജസ്ഥാനിൽ നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രിക്ക് മേളില്ല. അപ്പൊ 40 ഡിഗ്രിക്ക് മേളിൽ പോകുമ്പോൾ രാജസ്ഥാനിൽ ഹീറ്റ് വേവ് ആകത്തില്ല, പക്ഷെ കേരളത്തിൽ ഹീറ്റ് വേവ് ആകും. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് അതിന്റെ ആ ഒരു റീജിയണൽ ടെമ്പറൽ ആയിട്ടുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വളരെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ ഹീറ്റ് വേവ് ഭയങ്കര പിക്യൂലിയർ ആയിട്ടുള്ള ഒരു ഹീറ്റ് വേവ് സിറ്റുവേഷൻ ആയിരുന്നു. അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇപ്പം ഇതിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര എല്ലാം പറയാൻ മെയിൻലി ഓൺ ഹീറ്റ് വേവ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അതിന്റെ കോസസ് എന്താണ്, എന്തൊക്കെയാണ്, അതിൽ ലോക്കൽ ഗ്ലോബൽ ആയിട്ടുള്ള ആന്ത്രോപോജനിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ അതിന്റെ ഇമ്പാക്ട് അസസ്മെന്റ്. വിൽ ഗോ ത്രൂ ഓൾ ദിസ്. സം ഓഫ് ദി എക്സ്ട്രീം, ബിക്കോസ് ഫ്രം ടുഡേ ഓൺവേർഡ്സ് റെയിൻ ഈസ് ഓൾസോ ഗോയിങ് ടു സ്റ്റാർട്ട്. സോ ഓൾ ഡിസ്കഷൻ വിൽ ബി ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് റെയിൻ, മേ ബി ഫ്രം ടുഡേ ഓൺവേർഡ്സ്. സോ അതൊരു പ്രശ്നമാണ്. So then finally the monitoring, dissemination and community based solutions and people centric approaches. So അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ഹീറ്റ് വേവ്സിന്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ there is no universal definition. അതാണ് ഏറ്റവും വലിയ ഞാൻ തുടക്കത്തിൽ പറയുന്നത്. ഇപ്പൊ WHO വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ അവർ പറയുന്നത് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അവർ ഹീറ്റ് വേവ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചാണ്. അതായത് ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഒരു ആവറേജ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ അവിടെ ക്വാണ്ടിറ്റി ആയിട്ടൊന്നും പറയുന്നില്ല. ആവറേജ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ സീസൺ അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഹീറ്റ് വേവ് ആണെന്ന് പറയാം. പക്ഷെ നെക്സ്റ്റിൽ അവർ പറയുന്നുണ്ട് അത് അനോമലി, ആവറേജ് ടെമ്പറേച്ചറിനേക്കാളും അനോമലി 5 ദിവസം കൂടുകയും 5 ഡിഗ്രി കൂടുകയും അത് 5 ദിവസം തുടർച്ചയായിട്ട് നിലനിന്നാൽ മാത്രമേ WHO ക്രൈറ്റീരിയ അനുസരിച്ച് ഹീറ്റ് വേവ്സ്, അതൊരു മോറലെസ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അപ്പൊ അതിനെ ഫോളോ ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിൽ ഇപ്പൊ IMD-യുടെ ഡെഫിനിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മിനിമാഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. IMD കൂടുതലും ഹീറ്റ് വേവിനെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് അബ്സല്യൂട്ട് വാല്യൂ 40 ഡിഗ്രിക്ക് മുകളിൽ 40 ഡിഗ്രി ടെമ്പറേച്ചർ പ്ലെയിൻ ലാൻഡിലും 37 ഡിഗ്രി കോസ്റ്റൽ റീജിയനിലും 30 ഡിഗ്രി ഹില്ലി റീജിയനിലും മേളിൽ പോവുകയും അതോടൊപ്പം തന്നെ ലോങ് പീരീഡ് ആവറേജ് 1990 to 2010 ആ ലോങ് പീരീഡ് ആവറേജ് ടെമ്പറേച്ചറിന്റെ അതേ ദിവസത്തെ, അതായത് ദിവസത്തെയാണ്, ആ സീസണിലെ അല്ല, ആ ദിവസത്തെ ലോങ് പീരീഡ് ആവറേജ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ഡിപ്പാർച്ചർ എന്ന് പറയും, അതിനേക്കാളും നോർമൽ ടെമ്പറേച്ചറിനേക്കാളും ഒരു 4.5 ഡിഗ്രിക്ക് മേളിൽ പോകുമ്പോഴാണ് ഹീറ്റ് വേവ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നീടുള്ളത് ബ്യൂറോ ഓഫ് മെട്രോളജിയാണ്. അവരുടെ ഡെഫിനിഷൻ സംഭവം റിലേറ്റഡ് ടു ഹ്യൂമൻ ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഫൈൻ ചെയ്യുന്നത് ഹീറ്റ് സ്ട്രെസ് ഫാക്ടർ വെച്ചിട്ടാണ്. എക്സസ് ഹീറ്റ് ഫാക്ടർ, അത് കോമ്പിനേഷൻ ഓഫ് എക്സസ് ഹീറ്റ് പ്ലസ് ഹീറ്റ് സ്ട്രെസ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ അവര് ഈ മാക്സിമം ടെമ്പറേച്ചർ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഒരു മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ഉള്ള ഒരു കോമ്പിനേഷൻ. അതോടൊപ്പം തന്നെ 2 കമ്പൈൻഡ് ഇൻഡീസസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റിൽ എൻ്റെ ഇക്വേഷൻസ് ജസ്റ്റ് കാണിക്കാം. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എക്സസ് ഹീറ്റ് സ്ട്രെസ് ഉണ്ടാകണം, ദാറ്റ് ഈസ് കമ്പയർഡ് വിത്ത് പ്രീവിയസ് 3 days ആൻഡ് ഓൾസോ വിത്ത് 95% എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അത് ക്ലൈമറ്റോളജിക്കൽ ഒരു ത്രെഷോൾഡ് വാല്യൂ ആണ്. ത്രെഷോൾഡ് ഇപ്പൊ നമ്മൾ ക്ലൈമറ്റോളജിക്കൽ ആവറേജ് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ് 95% എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റോളജിക്കൽ വാല്യൂ ആണ്. ക്ലൈമറ്റോളജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള എന്നാൽ സ്പേഷ്യലി വേരിയിങ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ 40 ഡിഗ്രി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യാതെ റീജിയൻ സ്പെസിഫിക് ആയിട്ട് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒരു ടെക്നിക്കാണ് ഈ പെർസെന്റേജ് ബേസ്. അത് ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ രാജസ്ഥാനിൽ 42 ആയാലും ചിലപ്പോൾ ഹീറ്റ് വേവ് ആകത്തില്ല, നമ്മുടെ കേരളത്തിൽ 38 ആയാലും ഹീറ്റ് വേവ് ആകും. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് ആയിട്ട് 37 ഡിഗ്രി പറയാതെ റീജിയണലി ഇൻഹോമോജനസ്, റീജിയണൽ ആൻഡ് സ്പേഷ്യൽ ടെമ്പറൽ വേരിയബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഫെബ്രുവരിയില് പകലിന്റെ പ്രസന്റേഷനിൽ കാണുമ്പോൾ മനസ്സിലായി, ഫെബ്രുവരിയിൽ 3.5 ഡിഗ്രി തൊട്ട് താപനില ഉയർന്നിരിക്കുകയാണ്. ഒരു പക്ഷെ 4.5 വന്നു കഴിഞ്ഞാൽ പക്ഷെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 36-37 താഴെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഹീറ്റ് വേവ് എന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രോബ്ലംസ്, അതായത് ആ ടൈമിന്റെ, കാരണം ഈ പെർസെന്റേജ് വൈസ് എടുക്കുമ്പോൾ ഉള്ള ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് സ്പേഷ്യൽ ഇൻഹോമോജിനിറ്റി, അതായത് സ്പേഷ്യൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യും, അതോടൊപ്പം തന്നെ ടെമ്പറൽ ആയിട്ടുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട്
അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ബ്യൂറോ ഓഫ് മെട്രോളജി യൂസ് ചെയ്യുന്നത്. മോറോളസ് ഹ്യൂമൻ ഡിസ്കംഫർട്ടുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതിൽ എക്സസ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസം പ്രീവിയസ് ആയിട്ട് 3 ദിവസം ഈ ആവറേജ് പെർസെന്റേജ് വാല്യൂവിനെ എക്സീഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഹീറ്റ് കണ്ടീഷൻ കൂടെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഈ ഹീറ്റ് വേവ്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമാണ്. കാരണം ഇത് 2 മാസം നീണ്ടു നിന്നുള്ളതാണ്. ഫെബ്രുവരി തൊട്ടുള്ള തുടക്കം അതൊരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആയപ്പോൾ അത് സിവിയർ ആയിട്ട് മാറി. അപ്പൊ അത് ആ ഒരു ലോങ് ഡ്യൂറേഷനെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അത് ഫാക്ടർ ചെയ്യുന്നില്ല. അപ്പൊ അതിന് വേണ്ടി പക്ഷേ ബ്യൂറോ ഓഫ് മെട്രോളജി യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 30 ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറും കഴിഞ്ഞ 3 ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറും, അത് ആവറേജ് ടെമ്പറേച്ചർ ഫോർ ദ ഡേ എന്ന് പറയുന്ന ബോത്ത് ഈ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം അതൊരു മോറോളസ് ഒരു ഹ്യൂമൻ ഡിസ്കംഫർട്ടുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. പിന്നീടുള്ളത് മോർ യൂണിവേഴ്സൽ, അതായത് ഞാൻ പറഞ്ഞ പെർസെന്റേജ് ബേസ്ഡ്. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എല്ലാവർക്കും. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റോളജി എടുക്കുന്ന പോലെ തന്നെ ഉള്ളൂ. ഇപ്പൊ 30 വർഷത്തെ ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞാൽ 30 വർഷത്തെ ആവറേജ് ആണ് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 വർഷത്തെ ഡേറ്റ നമ്മൾ റാങ്ക് ചെയ്യും. അതായത് കുറഞ്ഞതിൽ നിന്ന് കൂടുതലേക്ക് റാങ്ക് ചെയ്യും. അപ്പൊ 98% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98% ഡേറ്റയും ആ വാല്യൂവിന്, ആ 98% വാല്യൂവിന് താഴെയും 2% ഡേറ്റ മാത്രമേ അതിന് മുകളിലുള്ളൂ. അപ്പം അത് കേരളത്തിൽ വരുമ്പോൾ ആ പെർസെന്റേജ് വാല്യൂ 37 38 ആകാം. പക്ഷെ രാജസ്ഥാനിൽ പോകുമ്പോൾ ആ പെർസെന്റേജ് വാല്യൂ 42 43 ആകാം. അതുപോലെ തന്നെ ടൈമും മാറും. മാർച്ചിലാണെങ്കിൽ ആ പെർസെന്റേജ് വാല്യൂ ചിലപ്പോൾ 36 ആയിരിക്കും. മെയ് ആകുമ്പോഴേക്കും